20-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. കഴിഞ്ഞ 2 ഖുത്ബകളിലായി നാം സൂചിപ്പിച്ചത് നല്ല ബന്ധങ്ങളെയും ദുഷിച്ച ബന്ധങ്ങളെയും കുറിച്ചാണ്. ഈ 2 വിഭാഗം ആളുകൾ ചേരുന്നതാണ് യഥാർത്ഥത്തിൽ സമൂഹം എന്ന് വിളിക്കപ്പെടുന്നത്. സമൂഹത്തിൽ നല്ലവർ മാത്രമല്ല ഉണ്ടാവുക, ദുഷിച്ചവർ മാത്രവുമല്ല ഉണ്ടാവുക. രണ്ടും കൂടിയതാണ് മനുഷ്യകുലം എന്നത്. നല്ലവരുണ്ട്, ദുഷിച്ചവരുണ്ട്. ചില തലമുറകളിൽ, ചില പ്രദേശങ്ങളിൽ ഒരുപക്ഷെ നല്ലവരുടെ അനുപാതം കൂടുതലായിരിക്കാം, മറ്റു ചില ഇടങ്ങളിൽ തിരിച്ചുമായിരിക്കാം. അതുകൊണ്ട് സമൂഹവുമായി ഇടപഴകുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ രംഗത്ത് അല്ലാഹു തആല അവന്റെ റസൂലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആളുകൾ മോശമാണ് എന്ന് കരുതി എല്ലാവരുമായും ബന്ധമൊഴിവാക്കി എവിടെയെങ്കിലുമൊക്കെ പോയി പള്ളിയിൽ പോയി കൂടുക എന്ന രീതിയല്ല പഠിപ്പിക്കപ്പെട്ടത്. ആളുകളെ ഗുണദോഷങ്ങൾ പരിഗണിക്കാതെ എല്ലാവരുമായും ഇടപഴയും, എല്ലാവരുമായും ചേർന്നും എല്ലാത്തിലും കൂടിയും ആടിയും അങ്ങ് സമൂഹത്തിന്റെ ഭാഗമായി ലയിച്ചു തരിക എന്നതുമല്ല ശരി. രണ്ടിനെയും മധ്യയാണ് ശരി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്നത് എല്ലാവരുമായും ഇടപഴകി ജീവിക്കൽ തന്നെയാണ്. എല്ലാവരുമായും ബന്ധം മുറിച്ചു പോയി നമ്മൾ മാത്രമായി എവിടെയെങ്കിലും പോയി കൂടുന്ന രീതി അല്ല പഠിപ്പിക്കപ്പെട്ടത്. നബിതങ്ങൾ പറഞ്ഞു, അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുൻ നാസ് വയസ്ബിറു അലാ അദാഹും ഖൈറും മിനല്ലദീ ലാ യുഖാലിത്തുൻ നാസ് വലാ യസ്ബിറു അലാ അദാഹും. ജനങ്ങളുമായി ഇടകലരുകയും അവരുടെ ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, പീഡനങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന വിശ്വാസിയാണ് ഖൈറായവൻ, പടച്ച റബ്ബിന് പ്രിയപ്പെട്ടവൻ. മിനല്ലദീ ലാ യുഖാലിത്തുൻ നാസ്, ആരുമായും ഇടപഴകാത്തവനേക്കാൾ, വലാ യസ്ബിറു അലാ അദാഹും, അവരുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ ക്ഷമിക്കേണ്ടി വരാത്ത, ആരുമായും ഇടപഴകാതെ തന്റെ ലോകത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളെക്കാൾ ഏറെ ഖൈറായവൻ ആളുകളുമായി ഇടചേർന്ന് അവരുമായി ഇടകലർന്ന് കഴിയുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. എല്ലാവരുമായും ബന്ധങ്ങൾ വേണം. നാട്ടിലെ എല്ലാ രംഗത്തും നമ്മൾ ഇടപെടണം. നാടുമായി ബന്ധപ്പെട്ട നന്മയുടെ വശങ്ങളെല്ലാം നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം. പൊതു കാര്യങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങളിൽ, നാടിന്റെ കാര്യങ്ങളിൽ എല്ലാ രംഗത്തും നമുക്ക് ഇടപഴകാനും അവിടെയെല്ലാം നമ്മളാൽ കഴിയുന്ന സേവനങ്ങളെ ചെയ്യാനും സാധിക്കണം. അതാണ് അടിസ്ഥാനം. ലോകത്ത് വന്ന പ്രവാചകന്മാരെല്ലാം വ്യത്യസ്തമായ ജോലികൾ ചെയ്തവരാണ്. സക്കറിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരത്തിന്റെ പണിയെടുത്ത്, ആശാരിപ്പണിയെടുത്ത് ജീവിച്ച ആളായിരുന്നു വന്നത്. ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പണി ചെയ്ത് ഇരുമ്പ് കൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ച് വിറ്റ് ആ പണം കൊണ്ട് ജീവിതമാർഗം കണ്ടെത്തിയ ആളായിരുന്നു ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും ആടിനെ മേച്ചവരാണ്. നബി തങ്ങൾ പറഞ്ഞു, നിയോഗിക്കപ്പെട്ട ഒറ്റ നബിയും ആടിനെ മേയ്ക്കാത്തവരായിട്ടില്ല. സ്വഹാബിമാർ ചോദിച്ചു, നബി അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ താങ്കളും അങ്ങനെ തന്നെയാണോ? അതെ, ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനും ചെറിയ പ്രായത്തിൽ മക്കക്കാർക്ക് വേണ്ടി കൂലിക്ക് ആടിനെ നോക്കാൻ പോയിട്ടുണ്ട്. എല്ലാ വീടുകളിൽ നിന്നും ആടുകളെ ശേഖരിച്ച് രാവിലെ ആട്ടിൻകൂട്ടവുമായി മല കയറിപ്പോയി അങ്ങനെ അവയെ തീറ്റിച്ച് വൈകുന്നേരം തിരിച്ചു കൊണ്ടുവന്ന് അതാത് വീടുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവർ നൽകുന്ന ചെറിയ ചെറിയ പ്രതിഫലം, കൂലി, അത് വാങ്ങിക്കൊണ്ടാണ് ഞാനും ചെറുപ്പത്തിൽ പലപ്പോഴും ജീവിതമാർഗം കണ്ടെത്തിയിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്തിലും അല്ലാഹു തആല പറഞ്ഞതാണ്, വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീൻ, നബിയെ താങ്കൾക്ക് മുമ്പ് നാം അയച്ച ഏതൊക്കെ മുർസലീങ്ങളുണ്ട് അവരൊക്കെ തന്നെയും ഇല്ലാ ഇന്നഹും ലയകുന തുആമ വയംശൂന ഫിൽ അസ്വാഖ്, അവരൊക്കെയും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു, അവയെല്ലാം അങ്ങാടികളിൽ നടക്കുന്നവരുമായിരുന്നുവെന്നാണ്. അങ്ങാടികളിൽ പോകാറുണ്ട്, ആളുകളുമായി ഇടപഴകാറുണ്ട്, കച്ചവടം ചെയ്യാറുണ്ട്, കൊടുക്കൽ വാങ്ങൽ നടത്താറുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ ഭാഗമായി തന്നെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത്. മാതൃകായോഗ്യരായ പ്രവാചകന്മാരൊക്കെയും
ആ രീതിയാണ് സ്വീകരിച്ചത്. അല്ലാതെ ഏതെങ്കിലും പള്ളിയിൽ അവരെ ഇരിക്കുക, അവരെ കാണാൻ ആളുകളെല്ലാം അങ്ങോട്ട് ചെല്ലുക, അവരെ കണ്ടുപോരുക എന്നതിനപ്പുറത്തേക്ക് നാടുമായി ബന്ധമില്ലാതെ, നാട്ടുകാരുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു പൗരോഹിത്യ രീതി, അതല്ല പ്രവാചകന്മാരുടെ രീതി എന്നുള്ളത്. എന്നാൽ ആ ഇടകരലിലും ഹക്കും ബാത്തിലും പരിഗണിക്കേണ്ടതുണ്ട്. നമുക്ക് എവിടെല്ലാം പോകാൻ പറ്റും, എവിടെല്ലാം ഇടപഴകാൻ പറ്റും, ഏതൊക്കെ സദ്യകളിൽ, ഏതൊക്കെ സദസ്സുകളിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയും, എവിടെയൊക്കെ മാറി നിൽക്കേണ്ടതുണ്ട് എന്നൊക്കെ കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരാനുണ്ട്, എന്റെ ഉമ്മത്തിന് ഒരു കാലം വരാനുണ്ട്. ഔശക അയ്യകൂന ഖൈറു മാലിൽ മുസ്ലിമി ഗനമുൻ യത്തബിഉ ബിഹാ ശഗഫൽ ജിബാൽ. ഒരു കാലം വരാറായിരിക്കുന്നു, അന്ന് തന്റെ സമ്പാദ്യമായ ആടിനെയും കൂട്ടി ഏതെങ്കിലും മലമുകളിൽ പോയി താമസിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് എത്തുന്ന ഒരു കാലം വരാറായിരിക്കുന്നുവെന്ന് നബി തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അഥവാ അത്തരം ഘട്ടങ്ങളും ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നർത്ഥം. ആരുമായും ഒരുപക്ഷെ ഇടവരാൻ പറ്റാതെ ഇടകലർന്നാൽ എല്ലാം നഷ്ടമാകുന്ന, ഈമാൻ ചോർന്നു പോകുന്ന, പരലോകം നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാമെന്നർത്ഥം. അസുരിയായി അടിസ്ഥാനമായി പറയുമ്പോൾ എല്ലാവരുമായും ഇടപെടൽ തന്നെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതേസമയം ദോഷം മാത്രമാണ് എന്ന് ബോധ്യമുള്ളയിടത്ത് മാറി നിൽക്കാൻ പറഞ്ഞു. ദോഷം മാത്രമുള്ള ഒരു പ്രദേശമാണെങ്കിൽ ആ നാട്ടിൽ നിന്ന് പോലും മാറാൻ നബി തങ്ങൾ തന്നെ പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. 99 ആളെ കൊന്ന മനുഷ്യനോട് നൽകപ്പെട്ട നിർദ്ദേശം അതാണല്ലോ. 99 ആളെ കൊന്ന് അവസാനം പശ്ചാത്താപമുണ്ടായി നന്നാകണം തീരുമാനിച്ചു വന്ന മനുഷ്യന് അന്നത്തെ പണ്ഡിതൻ നൽകുന്ന ഉപദേശം അതാണ്: നീ ജീവിക്കുന്ന നാട് അത്ര നല്ല നാടല്ല, അതുകൊണ്ട് അവിടെ കൂടിയാൽ നിനക്ക് ഇനിയും ഈ വഴിക്ക് പോകാൻ കഴിയും, ഇനിയും കൂടുതൽ കൂടുതൽ ദുഷിച്ചു പോവുക എന്നല്ലാതെ നന്നാവാൻ സാഹചര്യമില്ല. അതുകൊണ്ട് ആ നാട്ടിൽ തൽക്കാലം നീ മാറുക. മറ്റൊരു പ്രദേശം പറഞ്ഞു കൊടുത്തു, അവിടെ പോയിക്കോ, അവിടെ കുറെ അവിടെ സ്വാലിഹീങ്ങളായ കുറെ നല്ല മനുഷ്യന്മാരുടെ നാടാണ്, അവിടെ പോയിക്കോ, അവരുമായി ഇടപഴകി ആ കൂട്ടത്തിൽ കൂടുമ്പോൾ സ്വാഭാവികമായും നിനക്കും നന്നാകാൻ പറ്റും, മാറാൻ കഴിയും. ചുറ്റകാലം അങ്ങനെ അത്തരം ആളുകളുമായി ഇടപഴകി നീ ജീവിച്ചുവെന്നാണല്ലോ ആ മനുഷ്യന് കിട്ടിയ ഉപദേശമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില മേഖലകൾ ഉണ്ടാകാമെന്നർത്ഥം. സമൂഹത്തിൽ ചില ആളുകളുമായി പക്ഷേ ബന്ധം വേണ്ടെന്ന് വെക്കേണ്ടി വരും. ചില ഇടങ്ങളിൽ പക്ഷേ എന്റെ സാന്നിധ്യം ഉണ്ടായിക്കൂടാ എന്ന് തീരുമാനിക്കേണ്ടി വരും. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, വിവാഹ സദ്യകളെ കുറിച്ച് പറയുമ്പോൾ പോലും വലിയമത്തെ സുന്നത്താണ്, വിവാഹ സദ്യ സുന്നത്താണ്. എന്നിട്ട് പോലും നബി തങ്ങൾ പറഞ്ഞു, ധനികന്മാരെ മാത്രം ക്ഷണിക്കുകയും ദരിദ്രരെ അവഗണിക്കുകയും ചെയ്യുന്ന വിവാഹ സദ്യയാണെങ്കിൽ ഏറ്റവും മോശമായ ഭക്ഷണം വലീമത്തിന്റെ ഭക്ഷണമാണ് എന്നാണ്. വിവാഹ സദ്യയാണ് ഏറ്റവും ദുഷിച്ച ഭക്ഷണം. എങ്ങനെയാണെങ്കിൽ ധനികന്മാർ മാത്രം ക്ഷണിക്കപ്പെടുകയും ദരിദ്രന്മാർ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന വലീമയാണെങ്കിൽ ആ വലീമയാണ് ഏറ്റവും ശർറായ വലീമയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വശം മാറുന്നുവെന്നർത്ഥം. ഹറാമുകൾ നിറഞ്ഞ, കുത്താട്ടങ്ങൾ കൂടിയ, തിന്മയും തോന്നിവാസവും ഉൾക്കൊള്ളുന്ന സദ്യകളാണെങ്കിൽ ആ തിന്മയിലും മാറി അതൊന്നും ബാധിക്കാത്ത രൂപത്തിൽ ഇടപഴകാൻ അനുവാദമുണ്ട്. അതേസമയം ആ തിന്മകളുടെ ഭാഗമായി മാറുമെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം ആ തിന്മക്കൊരു അംഗീകാരമാകുമെങ്കിൽ അവിടെ മാറി നിൽക്കാനാണ് പഠിപ്പിക്കപ്പെട്ടത്. വ്യക്തികൾക്കനുസരിച്ച് ഒരു പക്ഷെ സാഹചര്യം മാറുമെന്നർത്ഥം. ചില ഇടങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ തൽക്കാലം മാറി നിൽക്കേണ്ടി വരും, അല്ലാത്തൊരു പക്ഷെ പങ്കെടുത്തേക്കാം. ആത്മഹത്യ ചെയ്തു വന്ന മയ്യത്തുകൾക്ക് നബി തങ്ങൾ നിസ്കരിക്കാറില്ല. എന്നാൽ സ്വഹാബത്തോട് പറയും, നിങ്ങൾ നിസ്കരിക്കുക. നബി തങ്ങൾ നിസ്കരിച്ചാൽ അത് അംഗീകാരമാണ്. അല്ല, ആത്മഹത്യ ചെയ്തിട്ടും നബി നിസ്കരിച്ചല്ലോ, അപ്പൊ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ആത്മഹത്യ എന്ന തോന്നലും പക്ഷെ സമൂഹത്തിൽ വന്നേക്കാം. നബി തങ്ങൾ മാറി നിന്നാലോ സ്വാഭാവികം ചർച്ചയാകും. നബി അവിടെ ഉണ്ടായിട്ടും നബി മയ്യിത്ത് നിസ്കരിക്കാൻ വന്നില്ല, നബി തങ്ങൾ മാറി നിന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ചർച്ചയാകും. അത്രമേൽ ഗൗരവമുള്ള കാര്യമാണത് എന്ന ഒരു സന്ദേശം സമൂഹത്തിന് ലഭിക്കും. കടബാധ്യതയുള്ള ആളുകൾക്ക് നബി തങ്ങൾ നിസ്കരിക്കാറില്ല, എന്നാൽ സ്വഹാബത്ത് നിസ്കരിക്കാൻ പറയും. നബി തങ്ങൾ നിസ്കരിക്കാതെ മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ ചർച്ച. എന്തുകൊണ്ട് നബി നിസ്കരിച്ചില്ല? കടബാധ്യതയുണ്ടയാൾക്ക്. അപ്പൊ കടം അത്ര ഗൗരവമാണ് എന്ന് മറ്റുള്ള ആളുകൾക്ക് കൂടി ഒരു പാഠം നൽകാനാണ് നബി തങ്ങൾ ഉദ്ദേശിച്ചത്. ആ ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാര് പറഞ്ഞു, ആ നിലക്ക് ദീനിയായ നേതൃത്വം നൽകുന്ന ആളുകൾ, നാട്ടിലെ പണ്ഡിതന്മാർ, ആളുകൾ മാതൃകയാക്കുന്ന ആളുകൾ
അത്തരം ആളുകൾ ഒരുപക്ഷെ ഇത്തരത്തെ സന്ദർഭങ്ങളിൽ മാറി നിൽക്കേണ്ടി വന്നേക്കാമെന്നാണ്. സാധാരണക്കാരൻ പങ്കെടുക്കുന്ന എല്ലായിടത്തും ഒരു പക്ഷേ അത്തരം ആളുകൾ വരാൻ പറ്റൂല. അയാൾ വന്നല്ലോ, പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം, അയാൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ തിന്മകൾക്ക് ഒരു അംഗീകാരമായി, തിന്മകൾക്ക് മറയായി ഒരു പക്ഷേ നമ്മുടെയൊക്കെ സാന്നിധ്യം ഒരു പക്ഷെ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം. അതൊക്കെ പാലിച്ചും ശ്രദ്ധിച്ചും തന്നെയാണ് ഇടപഴകാനായി പഠിപ്പിച്ചത്. ഇത് അതിന്റെ പേരിൽ നാട് മൊത്തം മോശമാണ്, എല്ലാവരും മോശക്കാരാണ്, ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല, ഇത് നാട് വിട്ടുപോയാണ് വേണ്ടത്, ഇന്ത്യ വിട്ടുപോയാണ് വേണ്ടത്, അങ്ങനെയൊന്നും എവിടെയും ഇല്ല. ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ കഴിവിന്റെ പരമാവധി പടച്ചറബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനാ പറഞ്ഞത്. നിങ്ങൾ കഴിവിന്റെ പരമാവധി റബ്ബിനെ സൂക്ഷിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പരിചയപ്പെടുത്തിയത്. എന്നാൽ ഫിത്നകൾ വ്യാപകമായി വരികയും ഫിത്നയിൽ താൻ പെടുമെന്ന ആശങ്കയുണ്ടാവുകയും ആ ഫിത്നക്കെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ മാറി നിൽക്കുന്ന നിർബന്ധമോ സുന്നത്തൊക്കെയായി മാറുന്ന സാഹചര്യങ്ങളും ഉണ്ട്. ഒന്നാകെ ഫിത്നയാണ്. ആ ഫിത്നക്കെതിരെ ഒന്നും ശബ്ദിക്കാൻ കഴിയുന്നില്ല, അതൊന്നും പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. തനിക്കതിന് മാത്രമുള്ള ഈമാനില്ല. ഞാനൊരു പക്ഷേ അതിൽ പെട്ടുപോയാൽ എന്റെ സ്വർഗം നഷ്ടമായേക്കാം, എന്റെ ഈമാൻ തെറ്റിപ്പോയേക്കാം എന്നുണ്ടെങ്കിൽ അവിടെ അവരുമായി ഇടകലരൽ ഒരു പക്ഷേ തനിക്ക് തന്റെ ദീനിൽ ഫിത്നയായി മാറുമെങ്കിൽ അവിടെ മാറി നിൽക്കൽ സുന്നത്താകുന്ന നിർബന്ധമാകുന്ന സാഹചര്യം വരെ ഉണ്ടാകുമെന്നാണ്. ചില വ്യക്തികൾക്ക് പ്രത്യേകിച്ചും ഈമാൻ കുറവാണ്, റബ്ബിനെ പറ്റിയുള്ള ബോധം കുറവാണ്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ അവൻ ഇടപെട്ട് ജീവിച്ചാൽ ഉള്ള ഈമാൻ കൂടി നഷ്ടപ്പെടാനാണ് സാഹചര്യമാവുക. അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയാത്തവരാണ്, അറിയാതെ ആ തിന്മയിലേക്ക് തോന്നിവാസങ്ങളിലേക്കൊക്കെ ഒരുപക്ഷെ അവൻ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അത്തരം ഘട്ടങ്ങളിലൊക്കെ അവിടെ വിധി മാറുമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഏതായിരുന്നാലും മൊത്തത്തിൽ സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കൽ തന്നെയാണ് ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനം. എല്ലായിടത്തും ഇടപെട്ട് എല്ലാവരുമായി ഇടപഴകി നന്മകൾ ചെയ്ത് നന്മകൾ പ്രചരിപ്പിച്ച് നന്മയുടെ വാഹകനായി തിന്മകൾക്കെതിരെ ശബ്ദിച്ച് നന്മകൾ കൽപ്പിച്ച് അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ, തിന്മ വിരോധിക്കാനും നന്മ കൽപ്പിക്കാനും സദാചാരം കൽപ്പിക്കാനും ദുരാചാരം വിലക്കാനുമെല്ലാമുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ ജീവിക്കൽ തന്നെയാണ് വേണ്ടത്. തിന്മകൾ കാണുമ്പോൾ ശരിയല്ലെന്ന് പറയാൻ, തിന്മയാണെന്ന് പറയാനെങ്കിലും ഒരു മനുഷ്യനവിടെ ഉണ്ടാകണമല്ലോ. എല്ലാം ഒഴിവാക്കി പോയാൽ പിന്നെ ആരാണ് തിന്മക്കെതിരെ ശബ്ദിക്കുക? അതുകൊണ്ട് നന്മയുടെ വാഹകർ നാടുകളിൽ ഉണ്ടാകണം. തിന്മ തലപൊക്കുമ്പോൾ ഇത് ശരിയല്ലെന്ന് പറയാൻ, അത് അടിച്ചമർത്താൻ കഴിയുന്ന ആളുകൾ, അതിനുവേണ്ടി പരിശ്രമിക്കാൻ അത്തരം ആളുകൾ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ഇടകലർന്നുകൊണ്ട് ഇന്ന തിന്മകൾ നമ്മെ ബാധിക്കാത്ത രീതിയിൽ ഒരു സുരക്ഷ സ്വീകരിക്കുക. അറിവ് അതിൽ പ്രധാനമാണ്, ഈമാൻ അതിൽ പ്രധാനമാണ്, തഖ്വ അതിൽ പ്രധാനമാണ്, നല്ല ആളുകളുമായ സഹവാസവും ബന്ധങ്ങളും അതിൽ പ്രധാനമാണ്. വകൂനു മഅസ്സാദിഖീൻ എന്ന് പറഞ്ഞ സത്യസന്ധരുടെ കൂടെയാണ് നിങ്ങൾ ഉണ്ടാവേണ്ടത്. പള്ളികളുമായുള്ള ബന്ധങ്ങൾ, ജമാഅത്ത് പള്ളിയിൽ എത്തുന്ന കാര്യങ്ങൾ, ജുമുഅ, പെരുന്നാൾ നിസ്കാരം അടക്കമുള്ള വിശ്വാസികളുടെ സംഗമങ്ങൾ, ഉത്ബോധന സംരംഭങ്ങൾ, തർബിയ, തസ്കിയ ക്ലാസുകൾ, അതൊക്കെ പ്രധാനമാണ്. വിശിഷ്യ ഇത്തരം ഫിത്നകൾ വ്യാപകമാകുന്ന കാലഘട്ടങ്ങളിൽ വിശേഷിച്ച് നമുക്കതൊക്കെ അനിവാര്യമാണ്. നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കൽ, അറിവ് വർദ്ധിപ്പിക്കൽ, തഖ്വ വർദ്ധിപ്പിക്കൽ, റബ്ബുമായുള്ള ബന്ധത്തെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ അത്തരം അവസരങ്ങൾ പ്രത്യേകിച്ചും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ നിലക്കുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ ക്രമീകരിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനു'മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഓരോ തലമുറകൾ കഴിഞ്ഞു പോകുമ്പോഴും മുമ്പുള്ള തലമുറയേക്കാൾ ഏറെ ദുഷിച്ചവരായി മാറുമെന്നാണ് പൊതുവെ പഠിപ്പിക്കപ്പെടുന്നത്. വ്യക്തികൾ പക്ഷേ
എല്ലാ തലമുറയും നല്ലവരുണ്ടാകും. കഴിഞ്ഞ തലമുറ ഇല്ലാത്ത ചില നല്ല മനുഷ്യന്മാർ ഈ തലമുറയിൽ ഉണ്ടാകും. ഇതിനുള്ളതിനേക്കാൾ നല്ല മനുഷ്യന്മാർ തലമുറ ഉണ്ടാകാം. വ്യക്തികൾ എന്ന നിലക്ക് ഏറ്റവും വ്യത്യാസമുണ്ടാകും. മൊത്തത്തിൽ തലമുറ എടുക്കുമ്പോൾ ഓരോ തലമുറയും മുമ്പത്തേക്കാൾ ഏറെ മോശമായി പോകും. ഖിയാമത്തിലേക്ക് അടുക്കും തോറും കൂടുതൽ ദുഷിച്ച് വന്ന് ഏറ്റവും ശർറായവർക്കാണ് ഖിയാമത്ത് സംഭവിക്കുക എന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഖിയാമത്ത് സംഭവിക്കൽ അലാ ശിറാറിൽ ഖൽഖ്, സൃഷ്ടികൾ ഏറ്റവും ശർറായ തലമുറക്ക് മേലാണ് ഖിയാമത്ത് സംഭവിക്കുക എന്നാണ്. ഏറ്റവും ദുഷിച്ചവരായി നബി തങ്ങൾ രണ്ട് വിഭാഗത്തെ എണ്ണി പറഞ്ഞപ്പോൾ അതിൽ ഒന്ന് മൻ തുദ്രികുഹുമുസ് സാഅതു വഹും അഹ്യാ, ശിറാറുൻ നാസ്. നബി തങ്ങളുടെ പ്രയോഗം അതാണ്. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ശിറാറുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ശർറായവർ, ഏറ്റവും ദുഷിച്ചവർ രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്ന് മൻ തുദ്രികുഹുമുസ് സാഅതു വഹും അഹ്യാ, ഖിയാമത്ത് സംഭവിക്കുമ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളുകൾ, അവരാണ് ജനങ്ങളിൽ ഏറ്റവും ശർറായ, ഏറ്റവും ദുഷിച്ച ആളുകൾ എന്നാണ്. രണ്ടാമത്തെ വിഭാഗം നബി തങ്ങൾ പറഞ്ഞത് വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ്, ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവർ. അത് രണ്ടാമത്തെ വിഭാഗം. ഒന്നാമത്തെ വിഭാഗം ഖിയാമത്ത് സംഭവിക്കുമ്പോൾ ജീവിച്ചിരിപ്പുള്ളവർ. രണ്ട് സമാനമായി ദുഷിച്ച വിഭാഗമായി പഠിപ്പിക്കപ്പെട്ടത് ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവർ. എത്ര വലിയ ഗൗരവമാണ് ആ ഒരു കാര്യത്തെ ഇസ്ലാം നോക്കിക്കണ്ടത് എന്നർത്ഥം. ഇന്ന് നമ്മുടെ നാട്ടിൽ പുണ്യകർമ്മമായി മാറി എന്നത് വല്ലാത്ത വിരോധാഭാസമാണ്. ഖിയാമത്തിലേക്ക് അടുക്കും തോറും തിന്മകൾ വർദ്ധിക്കും, ഫിത്നകൾ വ്യാപകമാകും. നമ്മളൊക്കെ ഏതാണ്ട് അവസാന കാലത്ത് ജീവിക്കാൻ അള്ളാഹു നിശ്ചയിച്ച തലമുറകളാണ് നമ്മളൊക്കെ. നബി തങ്ങൾ പറഞ്ഞു, മനുഷ്യകുലത്തിന്റെ മൊത്തം ആയുസ് ഒരു ദിവസമായി കണക്കാക്കുകയാണെങ്കിൽ ഞാൻ വന്നത് അസ്റിന്റെ സമയത്താണ് എന്നാണ്. സുബ്ഹി മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ് ആദം നബി മുതൽ ഖിയാമത്ത് വരെ സമയം എന്ന് കണക്കാക്കിയാൽ നബി തങ്ങൾ വന്നത് അസ്റിന്റെ സമയമാണ്. അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ് നബി തങ്ങളുടെ കാലം മുതൽ ഖിയാമത്ത് വരെ ബാക്കിയുള്ളത് എന്നർത്ഥം. ആ നബി തങ്ങൾ വന്നിട്ട് 1500 വർഷം തികയാറായി. അപ്പൊ ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തി. ഖിയാമത്തിന്റെ തൊട്ടു മുമ്പായി ജീവിക്കാൻ വിധിക്കപ്പെട്ട തലമുറകളാണ് നമ്മളൊക്കെ എന്നർത്ഥം. നബി തങ്ങൾ മറ്റൊരു ദിവസം പറഞ്ഞു, നബി തങ്ങൾ തന്റെ ചൂണ്ടുവിരലും തന്റെ മധ്യവിരലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും ഖിയാമത്തും ഇതുപോലെയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഞാനും ഖിയാമത്തും ഇങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടത്. ഈ രണ്ട് വിരലുകൾ തമ്മിൽ അടുപ്പം പോലെ, അല്ലെങ്കിൽ ഈ രണ്ട് വിരലുകൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസം പോലെ ഇതാണ് ഞാനും ഖിയാമത്തും തമ്മിലുള്ള ബന്ധമെന്നാണ്. ഇത് രണ്ടിനും ഇടയിൽ മറ്റൊരു വിരലില്ല. അപ്പൊ നബിയുടെയും ഖിയാമത്തിനും ഇടയിൽ ഇനി വേറൊരു നബി വരാനില്ല. അല്ലെങ്കിൽ ഈ രണ്ട് വിരൽ തമ്മിലുള്ള ഏറ്റവും വ്യത്യാസം, ഈ വ്യത്യാസമാണ് ഞാനും ഖിയാമത്തും തമ്മിലുള്ളത് എന്നാണ് ആ ഹദീസിന്റെ ആശയം. അവസാനത്തിലേക്ക് അടുക്കും തോറും ഫിത്നകൾ വ്യാപകമായി വരും. സഹാബിമാർ പഠിപ്പിക്കുന്നതായി കാണാം, നബി തങ്ങൾ പഠിപ്പിച്ചതിന്റെ 10% ഒഴിവാക്കിയാൽ തന്നെ നശിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവര് പറയാണ്. എന്നാൽ ഇതൊരു കാലം വരാനുണ്ട്, അന്ന് നബി തങ്ങൾ പഠിപ്പിച്ചതിന്റെ 10% പ്രാവർത്തികമാക്കിയാൽ തന്നെ രക്ഷപ്പെടുന്ന കാലമായിരിക്കുന്നു. പഠിപ്പിച്ചതിന്റെ 10% ജീവിതത്തിൽ പാലിച്ചാൽ തന്നെ രക്ഷപ്പെടും. കാരണം ആ 10% പോലും പാലിക്കാൻ കഴിയാത്ത, അതിന് പോലും സാഹചര്യം അനുവദിക്കാത്ത ചുറ്റുപാടിലേക്കാണ് ഈ തലമുറ പിന്നീട് മാറി മാറി പോവുക എന്നർത്ഥം. അവിടെയാണ് നമ്മളൊക്കെ ഉള്ളത്. അവിടെ ഫിത്നകൾ മേൽക്കുമേലെ വരും. ധാരാളം തിന്മകളും തോന്നിവാസങ്ങളും മേൽക്കുമേലെ വന്നുകൊണ്ടേയിരിക്കും. ഏതാണ് നമ്മുടെ ഈമാൻ തെറ്റിക്കുക എന്ന് പറയാൻ കഴിയില്ല. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം അവിശ്വാസിയായി മാറും. വൈകുന്നേരം മുഅ്മിനായവൻ നേരം വെളുക്കുമ്പോഴേക്ക് അവിശ്വാസിയായി മാറും. ലഭിച്ച കേട്ട ഒരു സംസാരമായിരിക്കാം, ഫോണിൽ വന്ന ഒരു മെസ്സേജ് ആയിരിക്കാം നമ്മുടെ ഈമാൻ തെറ്റിച്ച കളയുക. കിടന്നുറങ്ങുമ്പോ മുഅ്മിനായിരുന്നു, നേരം വെളുക്കുമ്പോഴേക്ക് കിട്ടിയൊരു മെസ്സേജ് അവനെ വസ്വാസിലാക്കി, അവന്റെ ഈമാൻ തെറ്റിപ്പോയി, ഇസ്ലാം തന്നെ ഒഴിവാക്കി, അവൻ എക്സ് മുസ്ലിം എന്നും പറഞ്ഞ് പുറത്തു ഇറങ്ങിപ്പോകുന്ന ആളുകളെ എണ്ണം വർദ്ധിക്കുകയാണ്. അതീവ ജാഗ്രത ആ രംഗത്ത് ആവശ്യമുണ്ട്. ദീന് പഠിക്കേണ്ടതുണ്ട്, അറിവ് നേടേണ്ടതുണ്ട്. എല്ലാ കാലത്തേക്കാളേറെ അറിവ് നേടാൻ അനിവാര്യമായ ചുറ്റുപാടിൽ നാം ഉള്ളത്. അത്രയേറെ ഫിത്നകളാണ് മൊബൈൽ ഫോണിലൂടെ, മറ്റു വ്യത്യസ്തമായ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെ
വ്യാപകമായ ഫിത്നകളും ഫസാദുകളും മനുഷ്യന്മാരുടെ ഈമാൻ തെറ്റിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അവിടെ ഈ ഇടകലരുന്ന ആളുകളുമായി ഇടപഴകുന്ന മേഖലയിലും ആ ഷർറ് ബാധിക്കാതിരിക്കാനുള്ള സൂക്ഷ്മത നമുക്ക് ആവശ്യമുണ്ട്. എല്ലാത്തിലും പോയി കയറില്ല. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലായിടത്തും ഇടപഴകി, എല്ലാത്തിലും കയറി, എല്ലാ ഗ്രൂപ്പിലും ചേർന്ന് അവസാനം നമ്മുടെ ഈമാൻ തെറ്റിപ്പോയി ഇസ്ലാം തന്നെ വേണ്ടെന്ന് കരുതി പോകുന്ന ഒരു ദുരന്തത്തിലേക്ക് എത്തിപ്പെട്ടുകൂടാ. സ്വർഗം പ്രധാനമാണ്, നരകം ഗൗരവമാണ്. ആ നരകം സഹിക്കാൻ സാധുക്കളായ ദുർബലമായി നമുക്ക് സാധ്യമല്ല. സ്വർഗം കിട്ടിയേ പറ്റൂ, അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. നബി ഞങ്ങൾ പറഞ്ഞു, അലാ ഇന്ന സൽഅത്തല്ലാഹി ഗാലിയ, അറിയണേ, ഇന്ന സൽഅത്തല്ലാഹ്, റബ്ബുനിക്ക് വിഭവം ഗാലിയ, വില കൂടിയതാണ്, അമൂല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അത് കിട്ടണമെന്ന നിർബന്ധ ബുദ്ധി. അതെന്താ വേണ്ടത്? ആ ഹദീസ് ആദ്യ ഭാഗത്ത് നബി ഞങ്ങൾ പറഞ്ഞു, മൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ബലഗൽ മൻസില. ഒരു യാത്രക്കാരൻ യാത്ര പോകുമ്പോൾ ലക്ഷ്യത്തെപ്പറ്റി അവന് ആശങ്കയുണ്ടെങ്കിൽ ഒരൽപ്പം നേരത്തെ യാത്ര പുറപ്പെടുന്നതാണ്. ട്രെയിൻ മിസ്സാകോ, ഫ്ലൈറ്റ് മിസ്സാകോ, യാത്ര എനിക്ക് പ്രയാസം വരുമോ എന്ന ബേജാറുള്ള യാത്രയാണെങ്കിൽ അല്പം നേരത്തെ പോകും, അവസാന സമയത്തെ കാത്തിക്കൂല. വല്ല വഴിയിലെ ബ്ലോക്കിലും പെട്ടാലോ, നമുക്കറിയാം എയർപോർട്ട് പോവുകയാണെങ്കിൽ 3 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണമെന്നാ പറയാം. അതെന്തിനാ? അത് ശ്രദ്ധയാണ്, ഒരു ശ്രദ്ധയാണ്. അവസാന നിമിഷം ഇറങ്ങിയിട്ട് അവസാനം വഴിയിൽ എവിടെയെങ്കിലും ബ്ലോക്കപ്പെട്ടു, അത് മിസ്സായി പോയി, യാത്ര മുടങ്ങി എന്ന സാഹചര്യം വരാൻ പാടില്ല. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഒരൽപ്പം നേരത്തെ ഇറങ്ങുക, ആരെയും കാത്തിരിക്കാതെ, ഒന്നിനും കാത്തു നിൽക്കാതെ. മൻ ഖാഫ അദ്ലജ, ലക്ഷ്യത്തെപ്പറ്റി ഭയപ്പാടുള്ളവൻ യാത്രയിൽ നേരത്തെ പുറപ്പെടും. വമൻ അദ്ലജ ബലഗൽ മൻസില, അങ്ങനെ ഇറങ്ങിയാലോ അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുകയും ചെയ്യും. അവിടെ എല്ലാരും നോക്കി നിന്ന്, എല്ലാരും കാത്തുനിന്ന്, നാടെങ്ങനെയാണ്, സമൂഹം എങ്ങനെയാണ്, നാട്ടിലെങ്ങനെയാണ്, കുടുംബം എങ്ങനെയാണ്, മഹല്ല് കമ്മിറ്റി എങ്ങനെയാണ്, ഇതെല്ലാം കൂടി നോക്കിയിട്ട് ഒരു പക്ഷെ സ്വർഗത്തേക്ക് എത്താൻ പറ്റണമെന്നില്ല. ലക്ഷ്യം സ്വർഗമാണ്, അതിലേക്കുള്ള പ്രയാണമാണ്. ആ പ്രയാണത്തിൽ എന്തെല്ലാം ഖൈറായി കൂട്ടാൻ കഴിയുമോ അതെല്ലാം കൂട്ടിക്കൊണ്ട് ആ യാത്ര മുന്നോട്ട് പോകണം. മറ്റുള്ളവർക്ക് വേണ്ടി ആ യാത്ര വഴി തങ്ങിക്കൂടാം, ബ്ലോക്കായി കൂടാം. അങ്ങനെ എല്ലാവരും കാത്തുനിന്ന്, എല്ലാവരും പ്രീതിപ്പെടുത്തി, എല്ലാവരുടെയും അതൃപ്തിയെ പരിഗണിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അവന്റെ സ്വർഗമാണ് നഷ്ടമാവുക. അതുകൊണ്ട് ആ ഒരു ഗതികൾ ഉണ്ടായിക്കൂടാ. എപ്പോ മരിച്ചാലും സ്വർഗത്തിലേക്കാകണം ആ യാത്ര. അവയാണ് ഈ ജീവിതം ധന്യമായി മാറുന്നത്. അല്ലെങ്കിൽ എന്തു കാര്യമുണ്ട്? ഒരുപാട് പ്രശ്നങ്ങളും കഷ്ടപ്പാടും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അനുഭവിച്ചും ഒരുപാട് വിഷമങ്ങളാണ് എല്ലാവരും ജീവിക്കുന്നത്. എത്ര സമ്പത്തുള്ളവനും ഒന്നുമില്ലാത്തവനും എല്ലാവർക്കും ഉണ്ട് ഒരുപാട് ടെൻഷനുകൾ. ഇതൊക്കെ അനുഭവിച്ച് ജീവിച്ചിട്ട് അവസാനം സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തു കാര്യമുണ്ട്? അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു തിരിച്ചറിവാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, ലക്ഷ്യബോധം. എന്തിനാ ജീവിക്കുന്നത്? എന്റെ സ്വർഗം പ്രധാനമാണ്, എന്റെ നരകം അതുപോലെ ഗൗരവമാണ്, അതിലേക്ക് എത്തിപ്പെട്ടുകൂടാ, ആ നരകത്തിൽ പോകുന്ന സാഹചര്യം എനിക്കുണ്ടായിക്കൂടാ എന്ന ആ തീരുമാനമാണ്, തിരിച്ചറിവാണ് വേണ്ടത്. അതിനുവേണ്ടി എന്തൊക്കെ എടുത്തു ചെയ്യണമോ അതൊക്കെ എടുത്തു ചെയ്യണം. എവിടൊക്കെ നീക്കുപോക്കൽ വേണമോ അതെല്ലാം ചെയ്യണം. ചില ബന്ധങ്ങൾ പക്ഷെ അതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും, മുറിച്ചൊഴിവാക്കേണ്ടി വരും. ചില ബന്ധങ്ങളെ പ്രത്യേകമായി കാത്തു സൂക്ഷിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യേണ്ടി വരും. അതിലൊക്കെ തയ്യാറായിക്കൊണ്ട് പരലോകം ലക്ഷ്യമായി കണ്ട്, സ്വർഗം ലക്ഷ്യമായി കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.